ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ബാനർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പും അതുപോലെ രണ്ടാമത് പിക്സൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മേളിൽ സെർച്ച് ബാർ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പം അവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ ഇപ്പം ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം നമ്മുടെ മൊബൈലിൽ ഇപ്പം പിൻട്രസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇപ്പം പിൻട്രസ്റ്റ് ആപ്പ് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ താഴെ സെർച്ച് ബട്ടൺ കാണും. ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊരു മേളിലൊരു സെർച്ച് ബാർ വരും. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ യൂട്യൂബ് ചാനൽ ബാനർ ടെംപ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ബാനർ ടെംപ്ലേറ്റ്. ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാം പിൻട്രസ്റ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറേ യൂട്യൂബ് ചാനൽ ബാനറിൻ്റെ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പം ഈ ഒരു ടെംപ്ലേറ്റ് ആണ് എനിക്ക് വേണ്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ ക്ലിക്ക് ചെയ്യുക. ആ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആവും. ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ടേ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ടേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിന്നും ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ്. ഞാൻ ആ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമേജ് ഡൗൺലോഡഡ്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ഇമേജ് ഇപ്പം എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇനി പിക്സൽ ലാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഇവിടെ പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്, പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ പിക്സൽ ലാബിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഇപ്പം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിക്സൽ ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പം ഇപ്പോൾ നമുക്ക് പിക്സൽ ലാബിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് ആണ്, അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ആ രണ്ടാമത്തെ ബട്ടൺ, ആ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പം ആ ഒരു ടെക്സ്റ്റ് ബോക്സ് അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ബാനറിൻ്റെ സൈസുമായിട്ട് സെറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ 3 ഡോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ 3 ഡോട്ടെ ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അവിടെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമേജ് സൈസ്. ഓക്കെ, ഇമേജ് സൈസ്. അപ്പോൾ ആ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റം, സ്ക്വയർ, പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് ചാനൽ ബാനർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ യൂട്യൂബ് ചാനൽ ബാനർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ബാനറാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ബാനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ബാനർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു.
എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പം ഈ ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൻ്റെ ബാനറിൻ്റെ സൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു നമ്മുടെ ടെംപ്ലേറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അപ്പം ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രം ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫ്രം ഗാലറി. അപ്പം ആ ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഫ്രം ഗാലറി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആവുന്നതായിരിക്കും. പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഈ ഫസ്റ്റ് ഇമേജാണ്, ഞാൻ അത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനെ വരും. ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് കാണാം. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഞാൻ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങൾ ഇതിൽ ഒന്നും ടച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ സൈസൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ എ എന്ന് എഴുതിയിരിക്കുന്നതിന് ശേഷമുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നിന്ന് റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡ്ത്തും ഹൈറ്റും അത് 100% ആക്കുക. അതിന് വേണ്ടിയിട്ട് ഇത് വിഡ്ത്തും 100% ആക്കി, അതുപോലെ ഹൈറ്റും 100% ആക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഫ്രെയിമിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ടിക്ക് കൊടുക്കുക. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ബാനർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ ഇപ്പുറത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പോർഷനായിരിക്കും നമ്മൾ മൊബൈലിൽ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ബാനർ എടുക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, യൂട്യൂബ് ചാനലിൻ്റെ ബാനർ അതിൻ്റെ വിഡ്ത്താണ് അത് കാണിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ സൈസ് കാണാൻ പറ്റും. പക്ഷേ മൊബൈലാണെങ്കിൽ നമുക്ക് ഇത്രയും ഫുൾ സൈസിൽ കാണാൻ പറ്റത്തില്ല. നമുക്ക് ഈ രണ്ട് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ രണ്ട് ലൈൻസിന് ഇടയ്ക്കുള്ള പോർഷൻ മാത്രമേ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ലൈൻസിന് ഉള്ളിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ലൈൻസിന് ഉള്ളിൽ കൊടുക്കാൻ നോക്കുക. എന്നാലേ നമുക്കത് മൊബൈലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ബാനറിനകത്ത് അത് ഫുള്ളായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഇതിനകത്തേക്ക് ആദ്യം എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ നേരത്തെ ചെയ്ത പോലെ പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫ്രം ഗാലറി സെലക്ട് ചെയ്യുക. ഞാൻ ഫ്രം ഗാലറി സെലക്ട് ചെയ്തു. ഫ്രം ഗാലറി സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനി ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ ഇവിടുന്ന് ചെറുതാക്കാൻ പറ്റും. നമുക്ക് ഫോട്ടോ ഞാൻ ചെറുതാക്കി ഒരു ഏരിയയിൽ കൊണ്ട് വെക്കുക. ഞാനപ്പോൾ എൻ്റെ ഫോട്ടോയുടെ സൈസ് ചെറുതാക്കിയിട്ട് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരു ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പം എനിക്കിപ്പോൾ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ആദ്യം തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഡ്രാഗ് ചെയ്തതിൻ്റെ അകത്ത് കൊണ്ടുവരിക. അതിന് ശേഷം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പം ന്യൂ ടെക്സ്റ്റ് എന്നാണ് കാണുന്നത്. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണോ അതവിടെ കൊടുക്കുക. ഞാനിപ്പം ഒരു ഉദാഹരണത്തിന് കേരള ടെക് എന്ന് കൊടുക്കുന്നു. കേരള ടെക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ കേരള ടെക് എന്ന് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ ഫോണ്ടും അതുപോലെ സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക വെച്ചാൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഇവിടെ എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ എ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മേളിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്കിങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സൈസ്. അപ്പോൾ ഈ സൈസെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതനുസരിച്ച് അതിൻ്റെ സൈസ് കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സൈസ് കുറച്ചു കേരള ടെക് സൈസ് ഇത്രയാക്കി. അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക.
ഓക്കെ, ഇനി എനിക്കതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ കളറുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ മതിയെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഇപ്പം കേരള ടെക്കിന് ഏതെങ്കിലും ആ കേരള ടെക്കിലെ ഒരു പോർഷന് മാത്രം കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോൾ ടെക് എന്ന് പറഞ്ഞ പോർഷന് മാത്രം ഒരു യെല്ലോ കളറിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കേരള ടെക് എന്ന് എഴുതിയതിൽ ടെക് എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം മേളിൽ നിന്ന് ആ കളർ സെലക്ട് ഏത് കളറാണ് കൊടുക്കേണ്ടത് ആ കളർ. ഞാനിപ്പോൾ യെല്ലോ കൊടുത്തു. ഓക്കെ, യെല്ലോ കൊടുത്തു. അപ്പം എന്നിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കേരള ടെക് എന്നുള്ളത് ഇവിടെ യെല്ലോ കളറിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ നിങ്ങൾക്ക് കളറും സൈസും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. അത് അഡ്ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു ലോഗോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഗാലറിയിൽ യൂട്യൂബിൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് യൂട്യൂബ് അതിൻ്റെ ഐക്കൺ ഡൗൺലോഡ് ചെയ്യാം. PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇങ്ങോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രം ഗാലറി സെലക്ട് ചെയ്തു. ഗാലറിയിൽ ഞാനിപ്പോൾ ഇവിടെ കാണാം യൂട്യൂബിൻ്റെ ലോഗോ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ യൂട്യൂബിൻ്റെ ലോഗോ എടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ലൊരു യൂട്യൂബ് ചാനൽ ബാനർ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ഇമേജസ് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുക. ഇമേജ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രം ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് ആ ഇമേജ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസും ഒക്കെ കറക്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് പൊസിഷൻ എവിടെയാണ് വെക്കേണ്ടത് അതും നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ചാനൽ ബാനർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മേലിൽ ഒരു പ്ലസ് കഴിഞ്ഞിട്ടൊരു സേവ് ചെയ്യാനൊരു ഐക്കൺ കാണാൻ പറ്റും, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സേവ് ആസ് പ്രൊജക്റ്റ്, സേവ് ആസ് ഇമേജ്, നിങ്ങൾ സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഈ കസ്റ്റം എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ അൾട്ര എന്നുള്ളത് സെലക്ട് ചെയ്യുക. അൾട്ര എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സേവ് ടു ഗാലറി കൊടുക്കുക. സേവ് ടു ഗാലറി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് ഇപ്പം ഡൗൺലോഡ് ആയിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചാനൽ ബാനർ സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഈ ഒരു ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.